ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അബൌട്ട് ഫിലിം. നമ്മൾ സംസാരിക്കാൻ പോകുന്ന അഭിലാഷം. OTT റിലീസായി. തിയേറ്റർ റിലീസായപ്പോൾ തിയേറ്ററിൽ നിന്ന് കാണാൻ പറ്റിയില്ല. കാരണം ഷോ ഉണ്ടായില്ല, ആൾ കയറാത്തതുകൊണ്ട് പടം കാണാൻ പറ്റിയില്ല. പടം തിയേറ്ററിൽ വിജയിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ OTTയിൽ വന്നതിന് ശേഷം നല്ല അഭിപ്രായമാണ് സിനിമയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനും കുറച്ചായി ഇതിങ്ങനെ ഫോണിൽ വെച്ചിരിക്കുന്നത്, ഇത് കാണണമെന്ന് വിചാരിച്ചിട്ട്. OTTയിൽ വന്നിരുന്നു, അപ്പോൾ തന്നെ ഞാനത് പ്ലേലിസ്റ്റിൽ ഇട്ട് വെച്ചായിരുന്നു. അങ്ങനെ നിന്ന് ഇപ്പോൾ പടം കണ്ടു. പടം കണ്ട പാടത്ത് എനിക്ക് ഇതിനെപ്പറ്റി വീഡിയോ ഇടണമെന്നൊരാഗ്രഹം. ഒന്നും പറയാല്ല, കിടിലം പടം എന്ന് പറഞ്ഞാൽ കിടിലം പടം. ഭയങ്കര ഫീലിങ്. ഒന്നാമത് ഞാൻ ലവ് ഫിലിംസ് കാണാറില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ ഒരു സിംഗിളാണ്. എനിക്ക് പ്രണയ സിനിമ കണ്ടാൽ ക്ലൈമാക്സ് പോസിറ്റീവ് അല്ല എന്നുണ്ടെങ്കിൽ അത് വല്ലാത്ത ട്രോമയാണ്. വല്ലാത്ത ട്രോമസിക്ക് ഭയങ്കരമായിട്ട് അത് മനസ്സിൽ നിന്ന് പോകില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പടം കണ്ടിട്ട് ഇപ്പം എന്നെ കൊണ്ട് താങ്ങണില്ല. എനിക്ക് ആകെ ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. എന്തിനാ ഇപ്പം ഇതിരുന്ന് കണ്ടു തോന്നി. വല്ല പടമാണല്ലോ, കാണാതിരിക്കാൻ പാടില്ലല്ലോ. എങ്ങനെയാലും ഇതിനെപ്പറ്റി ഒരു അഭിപ്രായം പറയണമെന്ന് എൻ്റെ കൂട്ടുകാരൊക്കെ പറയുകയും ചെയ്തു. അപ്പോൾ ഞാൻ കണ്ട്. അയ്യോ, അതൊരു ക്ലൈമാക്സ് വരുമ്പോൾ കൊണ്ടുപോകുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര രസമാണ്. ഒരു സംഭവം ഇങ്ങനെ ഒരു പ്രണയം പറയാൻ വേണ്ടി ഇങ്ങനെ ശ്രമങ്ങൾ ഓരോന്നായിട്ടുള്ള ഇങ്ങനെ പോക്ക്, ഓരോരുത്തരുടെ ഹെൽപ്പ് ചെയ്യാൻ വരുന്നത്, ഓരോരുത്തർ ഇങ്ങനെ നല്ല രസമായിട്ട് പോയിട്ട് ഇതിൽ സൈജു കുറുപ്പും നവാസ് വള്ളിക്കൊന്നും കുറച്ച് സീനുണ്ട്. വേറെ ലെവൽ കോമ്പിനേഷൻ ആട്ടോ അവരുടെ. കാരണം ഒന്നാമത് സൈജു കുറുപ്പ് പെരു ലുക്ക്, കിടിലൻ പെർഫോമൻസ്. മൂപ്പര് ഈ അമ്മാവൻ ക്യാരക്ടറുകളിൽ നിന്നൊക്കെ മാറ്റിയിട്ട് ഇങ്ങനത്തെ അടിപൊളി നായക വേഷങ്ങൾ കൊടുക്കുകയും എന്ത് രസമായിട്ട് മൂപ്പര് അഭിനയിച്ചു വെച്ചിട്ടുണ്ടോ ഈ ക്യാരക്ടർ. ക്ലൈമാക്സിൻ്റെ കണ്ണ് നിറയെ എനിക്ക് മൂപ്പരെ പെർഫോമൻസ്. മൂപ്പരിങ്ങനെ നിന്നിങ്ങനെ കത്താണ് പെർഫോമൻസ് ആയിട്ട്. കൂടെ അർജുന അശോക് ഇടയ്ക്കും തലയ്ക്കും വന്നിട്ട് നമ്മളിങ്ങനെ ചാർജ് ചെയ്ത് പോകും. അത് വേറെ ലെവൽ സാധനം. അങ്ങനെ മൊത്തത്തിൽ പടം അങ്ങനെ പോണൊരു പോക്ക്. കൂടെ കിടില മ്യൂസിക് തീർക്കാനും ശ്രീഹരി കെ നായർ. എന്ത് മ്യൂസിക്കോടെ ഈ ചെക്കൻ. കിട്ടില്ല മ്യൂസിക് വർക്ക്. ഇയാളെ ഏതെങ്കിലും വേറെ പടം ഏതുള്ളത് നോക്കണം. നോക്കിയിട്ടുണ്ടെങ്കിൽ അത് നോക്കാം. കിട്ടില്ല മ്യൂസിക് വർക്കാണ്. പിന്നെ ഈ സിനിമയ്ക്ക് പറ്റിയ ക്യാമറ വർക്ക് സജാദ് കാക്കു പറഞ്ഞ ആളാണ് ചെയ്തിരിക്കുന്നത്. അതും നല്ല രസമുണ്ട്. പിന്നെ ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, നവാസ് വള്ളിക്കുന്നിൻ്റെ സൈജു കുറുപ്പിനും കുറച്ച് കോമ്പിനേഷൻ സീൻസ് നല്ല രസമാണ്. അവരുടെ ഫ്രണ്ട്ഷിപ്പ് ഭയങ്കര രസമുണ്ട് ഈ സിനിമയിൽ. കാരണം ത്രൂ ഔട്ടായിട്ട് ആ കഥാപാത്രം ഈ സിനിമയിൽ ട്രാവൽ ചെയ്യുന്നുണ്ട് സജീവ് കുറുപ്പിൻ്റെ ഒപ്പം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സിനിമയിൽ നമുക്ക് നല്ല ബോണ്ടിങ് തോന്നും ആളുടെ ക്യാരക്ടറും ആ സിനിമയിൽ. അതേപോലെ തന്നെയാണ് തൻവീർ റാമിനൊക്കെ പറഞ്ഞാൽ ഈ സൈഡ് റോള് പോലെയാണ് പല സിനിമയിലും നായികയായിട്ട് വന്നത്. അതായത് അധികം സ്ക്രീൻ ടൈമും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ഇത് ഈ സിനിമയിൽ അങ്ങനെയല്ല. ത്രൂ ഔട്ടായിട്ട് നല്ല കിടിലൻ ക്യാരക്ടർ, നല്ല ഡെപ്ത് ഉണ്ട്. നല്ല റേറ്റിംഗ് ഈ സിനിമയിൽ പോയിട്ടുണ്ട്. ഈ സിനിമയുടെ റേറ്റിംഗ് ഇത് ജിതിൻ കാച്ചിപ്പള്ളി പറഞ്ഞ ആളാണ്. അത്യാവശ്യം നീറ്റായിട്ട് കാച്ചി വെച്ചിട്ടുണ്ട്. കിടിലൻ പരിപാടി ആക്കിയിട്ടുണ്ട്. പിന്നെ ഷംസു സൈബയാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ആളുടെ ഡയറക്ഷനും കിട്ടില്ല. നല്ല റിച്ച് ക്വാളിറ്റി കളർ ഗ്രേഡൊക്കെ ചെയ്ത് നല്ല കിടിലനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഓരോ ഷോട്ട് നമ്മൾക്ക് ഇങ്ങനെ തോന്നും, ഓഫ് സത്യത്തിൽ നമ്മൾ ഇതുപോലുള്ള കുറേ സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുണ്ടല്ലോ എന്ന് നമ്മളിങ്ങനെ തോന്നും. കാരണം പ്രണയം പറയാതിരിക്കുമ്പോഴുള്ള ആ വേദന ഉണ്ടല്ലോ, അതൊന്നും എങ്ങനെയൊന്നും പറയാൻ പറ്റിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ അവരത് നമ്മളൊക്കെ എങ്ങനെയും ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്നുള്ളൊരു ആ വിങ്ങലൊക്കെ ഈ സിനിമ കാണുമ്പോൾ നല്ലൊക്കെ ഫീൽ ചെയ്തായിരുന്നു. ആ സംഭവങ്ങളൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ കുറേ ലവ് ഫെയിലിയറുകൾ വാങ്ങിയൊരു വ്യക്തിയാണ്. ഞാൻ പറയാതെ തന്നെ എനിക്ക് ഭയങ്കര പേടിയാട്ടോ സത്യം പറഞ്ഞാൽ പ്രണയം പറയാൻ. അതൊരു കാരണമായിരിക്കാം ചിലപ്പോൾ. അല്ല, അതന്നെയാണ് കാരണം, വേറൊന്നുമല്ല. അവരെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം, നമ്മളല്ലേ നോക്കണ്ടേ. അപ്പോൾ അങ്ങനെ ഈ എൻ്റെ കഥ ഇതിലേക്ക് എന്തിനാണ് കൊണ്ടുവരുന്നത്, അതിൻ്റെ ആവശ്യമില്ല. എന്നാലും പറഞ്ഞെന്നുള്ളൂ. അങ്ങനെ കമൻ്റ് ഇടാൻ വരുന്ന വലിയ കുട്ടികളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിച്ചിട്ട് പോയാൽ നന്നായിരിക്കും തോന്നുന്നു. ആ ലൈക്കിൽ ഞാൻ കണ്ടെത്തിക്കോളാം അവരെ. എന്തായാലും കൊള്ളാം, പരിപാടി രസമുണ്ട് പടം. അതിൻ്റെ ഇടയിൽ ഈ മുതലിൻ്റെ ഒരു ചെറിയ ക്യാമിയോ ഒക്കെ ഉണ്ട്. നല്ല രസമായിട്ടുണ്ട്. കുറച്ചുള്ളൂ, പക്ഷെ ഉള്ള അടിപൊളിയാണ്. അങ്ങനെ മൊത്തത്തിൽ സിനിമ ക്ലൈമാക്സിനോടൊക്കെ അടുക്കുമ്പോൾ ഭയങ്കര ഇമോഷണലായി നമ്മൾ ഭയങ്കരമായിട്ട് കണക്റ്റ് ആയി പോയി സിനിമയ്ക്ക്. ഒരു സാഡൻ്റാണ്. പക്ഷേ ഈ സിനിമ നമ്മൾ കാണാത്തവരെന്തായാലും കണ്ടോക്കെ. എമ്പുരാൻ്റെ ഒപ്പം റിലീസായതുകൊണ്ടാണ് ഈ സിനിമ അറിയപ്പെടാതെ പോയി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരു സങ്കടമായ കാര്യമാണ്. അത് ഇങ്ങനെയുള്ള നല്ല സിനിമകൾ വരുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് ഇത് ശ്രദ്ധിക്കണില്ല. ഞാൻ അന്ന് കാണാൻ ശ്രമിച്ചിരുന്നിട്ട്, പക്ഷേ എനിക്ക് ടിക്കറ്റ് കിട്ടാത്തതുകൊണ്ട് മാത്രം കാണാതിരുന്നതാണ് ഞാൻ ഈ സിനിമ. അതേപോലെ ഈ സിനിമയിൽ ഇവിടെ കുട്ടിക്കാലം ചെയ്ത കുറച്ച് കുട്ടികളുണ്ട്. അവരെയും പെർഫോമൻസ് രസമാണ്. ആ ഒരു സീക്വൻസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുള്ള ക്യാമറ വർക്ക് എന്ത് രസം അറിയുമോ. ആ നായികേനാണെങ്കിൽ ശരി, ആ പയ്യനാണെങ്കിൽ അത്ര ലുക്കായിട്ട് കാണിച്ചിട്ടുണ്ട്. അതേപോലെ അവർ കൊടുത്തിരിക്കുന്ന ഒരു ആംബിയൻസ് ഒക്കെ നല്ല രസമായിട്ട് കാണാൻ. അതുപോലെ ഇതിൽ സൈജു കുറുപ്പിൻ്റെ അമ്മയുടെ വേഷം ചെയ്ത ആക്ട്രസ് നല്ല അഭിനയമാണ്. നല്ല രസമുണ്ട് അവരുടെ പെർഫോമൻസും കാണാൻ. ഇടയ്ക്കൊക്കെ വരുന്ന അങ്ങനെ ചില സീനിലൊക്കെ ആ ഒരു വൈബ് കിട്ടും. ആ അമ്മാമകൻ്റെ കെമിസ്ട്രി നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൽ തന്നെ ഒരു എമോഷണൽ റൈഡ്. നമ്മൾ തുടക്കം മുതൽ ഒടുക്കം വരെ ഇവർ ഒന്നിച്ചിരുന്നെങ്കിൽ എന്നിങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുന്ന ഒരു പടം. അത് നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് ആ ഫീൽ എന്തായാലും കിട്ടും. ഇപ്പം തന്നെ ഒരുപാട് പേര് ഇത് കണ്ടിട്ട് ഇതിനെപ്പറ്റി അഭിപ്രായങ്ങൾ ഞാൻ കണ്ടു. പക്ഷെ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും സിനിമ കണ്ടു നോക്കണം. എനിക്കിപ്പോൾ കവിത പറഞ്ഞോടെ കഥ പറയണോടൊന്നും പറഞ്ഞുതരാൻ അറിയില്ല. എനിക്ക് അറിയണ പോലെ നിങ്ങൾക്ക് കണക്റ്റ് ആവും എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ അങ്ങനെ പറഞ്ഞു തരികയാണ്.
എന്തായാലും കണ്ടു നോക്കണം, കാണാതിരിക്കരുത് കേട്ടോ. നല്ല ഫീലുള്ള സിനിമയാണ്. അതുപോലെ തന്നെ എല്ലാവരും പെർഫോമൻസ് ആണെങ്കിലും ശരി, അതുപോലെ അതിൽ ചെറിയ വേഷമുള്ളൂ, ബിനു പപ്പാളും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും നല്ല നല്ല അഭിനയമുള്ള നല്ല മ്യൂസിക്കിൽ അല്ലെങ്കിൽ കൽബിലെ ഒരു സോങ് ഒക്കെ ഉണ്ട്, എന്ത് ഫീൽ അറിയോ, ഞാൻ പാടിയ പുറവോ അതാട്ടോ പാടാത്ത്, സോറി. അപ്പോൾ അതൊക്കെ നല്ല ഫീൽ, ആ ഒരു ക്ലൈമാക്സിക്ക് കൊണ്ട് കൊണ്ടുപോകുന്നുണ്ട്. ഒരു നമുക്കിങ്ങോട്ട് എടുത്ത് തരികയാണ്, ഇതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളൊരു ചോദ്യം പോലത്തെ ഒരു ക്ലൈമാക്സാണ്. ശരിക്കും പറഞ്ഞാൽ സൈജു ഗ്രൂപ്പിന് എപ്പൻ്റെ മുമ്പ് കിട്ടിയെന്ന് കെട്ടിപ്പിടിക്കുക, അത്ര കിട്ടിലും പെർഫോമൻസ്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക, കിട്ടിലും പടം. എന്തായാലും കണ്ടിട്ട് അഭിപ്രായം നമ്മളെ കമന്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ ബായ് മുത്തോളെ, നമുക്ക് വീണ്ടും കാണാം. എൻ്റെ നാട്ടിൽ വെച്ച് ഷൂട്ട് ചെയ്ത പടാട്ടത്, അതും കൂടിയും പറയാലോ.